ഇനി ചോക്ലേറ്റ് കോഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കോഫിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് ഈ ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് ചേർക്കണം. ഞാനിതിലേക്ക് ചേർക്കണത് ഇതേപോലത്തെ ചോക്ലേറ്റ് ചിപ്പാണ് ചേർക്കണത്. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ചോക്ലേറ്റ് ബാറായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക ചോക്ലേറ്റിൻ്റെ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് നമുക്ക് ചേർക്കാം. പക്ഷേ കൊക്കോ പൗഡർ ചേർക്കണ്ട കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കൊക്കോ പൗഡറിന് മധുരം ഉണ്ടാവില്ല, പക്ഷേ അതിന് അത്യാവശ്യം നല്ല കയ്പുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചോക്ലേറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുക. ഇതേപോലെ ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഈ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടുള്ളത് മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിലേക്കുള്ള കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. തീ ഓണാക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാല് ചേർക്കാം. ആ ഗ്ലാസ് കുറച്ചും കൂടി വലുതാണ്, ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി പാല് ചേർത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തിളയ്ക്കണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കോഫി പൗഡറും ചേർക്കണം, പഞ്ചസാരയും ചേർക്കണം. ഞാനിവിടെ ബ്രൂ ആണ് ചേർക്കണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കോഫി പൗഡർ ചേർക്കാം കേട്ടോ. കാരണം ചിലവർക്ക് ചിലപ്പോൾ നെസ്കോഫി ആയിരിക്കും ഇഷ്ടം, അപ്പോൾ നെസ്കോഫി ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ള കോഫി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് പാലിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർക്കണത്. ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കണം. പഞ്ചസാര ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കണത്. തീ കുറച്ച് വയ്ക്കുക, കാരണം പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പിന്നെ നിങ്ങൾ എടുക്കണ ചോക്ലേറ്റിന് മധുരമുള്ള ചോക്ലേറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മധുരം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ചോക്ലേറ്റിന് ഒട്ടും മധുരമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ബ്രൂ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ കോഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലവർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് സെപ്പറേറ്റ് പൊടി ഇട്ട് നേരത്തെ വെക്കും. എന്നിട്ട് തിളപ്പിച്ചെടുത്തേക്കണ പാല് കോഫി പൗഡർ ഇട്ട് വെച്ചേക്കണ ഗ്ലാസ്സിലേക്ക് ചേർക്കും. പക്ഷേ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കോഫിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കോഫി പൗഡർ നന്നായിട്ടൊന്ന് തിളയ്ക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളം ചോദിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് വരും. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കോഫി പൗഡറും പഞ്ചസാരയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ തിളച്ച് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഊതി കൊടുത്താൽ മതി, അപ്പോൾ താഴത്തേക്ക് ഇരുന്നോളൂ. ഇനി നമ്മളിവിടെ ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിൽ നേരത്തെ കൂട്ടിയിട്ട് ഇട്ട് വെച്ചിട്ടില്ലേ, ഇതിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ കോഫി ഇതിലേക്ക് ചേർക്കണം. ഫസ്റ്റ് നമുക്ക് മുഴുവനും ചേർക്കണ്ട, ഫസ്റ്റ് ഈ ഗ്ലാസ്സിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ആ കോഫിയിൽ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോഫി ചേർത്താൽ മതി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ആ ചോക്ലേറ്റ് അതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ചോക്ലേറ്റ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കോഫിയും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ചോക്ലേറ്റ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും പതപ്പിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടിയും പതപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ ചോക്ലേറ്റൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ക്രീം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ടുണ്ട് അത് ഗാർണിഷ് ചെയ്യണത്.
ഇതേപോലെ ഇങ്ങനെ നല്ല പതയിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ ഈ ക്രീം ഇതിൻ്റെ മുകളിൽ നിൽക്കുള്ളൂ. ഇച്ചിരി ഗാർണിഷ് ചെയ്തില്ലേ, അപ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ പതുക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ക്രീം അടിയിലേക്ക് പോകും. പിന്നെ കോഫി ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞിരിക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മൾ ക്രീം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രീം താഴത്തേക്ക് പോകും. രണ്ട് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കോഫി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. ഇനി ചീസി ഓംലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് 3 മുട്ട ചേർക്കാം. ഇതിലേക്ക് കുറച്ച് സവോള ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് തക്കാളിയും ചേർക്കുന്നുണ്ട്, അതും ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് തക്കാളി ചേർക്കണ്ട കേട്ടോ, ഞാനൊരു ചെറിയ കഷ്ണമാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും ചേർക്കാം, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ഇതിലേക്കൊക്കെ ആയിരുന്നാലും എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, ഒന്നിനും കറക്റ്റായിട്ടൊരു അളവില്ല. ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പിസ്സയുടെ മിക്സൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പിസ്സയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും ചേർക്കുന്നുണ്ട്. കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീസി ഓംലേറ്റ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചീസി ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. മുട്ടയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ചീസി ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പിന്നെ ഞാനിവിടെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീസ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ആ ചീസായിരുന്നാലും നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഒരു കറക്റ്റ് അളവ് പറയുമല്ലോ, പക്ഷേ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ചീസ് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചീസ് ചേർക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ മുട്ടയുണ്ടല്ലോ, ആ മുട്ട ചേർക്കുക. തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കാം. കാരണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോകും. കാരണം ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പതുക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്ന് ചെരിച്ചു കൊടുക്കുക. അപ്പം മുകളിലിരിക്കുന്ന മുട്ടയ്ക്ക് അടിയിലേക്ക് പൊക്കോളും. തീ ഒന്നും കൂടി ഒന്ന് കൂട്ടി വയ്ക്കാം. ഇങ്ങനെ പതുക്കെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. അപ്പോൾ ആ മുകളിൽ ഇപ്പോൾ കുറച്ച് കനത്തിലിരിക്കുന്ന മുട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ അടിയിലേക്ക് പൊക്കോളും. അപ്പോൾ അത് പെട്ടെന്നായിട്ട് വെന്ത് കിട്ടും. അതിന് ഓരോ സൈഡ് പതുക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്നിങ്ങനെ തിരിപ്പിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി നല്ല സ്നോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്നോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംബുലൻസ് പോണ സൗണ്ടാണ് കേൾക്കുന്നത്. റോഡിലൊക്കെ വല്ല ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ചീസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു വലിയ ഓംലേറ്റ് ആണല്ലോ, ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ചീസ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട നിങ്ങൾ അതേപോലെ ഒന്ന് അങ്ങനെ പതുക്കെ ഒന്ന് പൊന്തിച്ചിട്ട് അതിനെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തിരിപ്പിച്ചിട്ട് അങ്ങനെ ചിറ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ ഞാൻ കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കനത്തിൽ മുട്ട ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അടിയിലെ മുട്ടയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ആയിട്ട് കരിഞ്ഞ പോലെ വരും. ഞാനിവിടെ ചീസ് അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ പകുതി ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഇനി ഇത് ഞാനിവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഈ ചീസ് ചേർത്തേക്കണ ഈ സൈഡല്ല കേട്ടോ ഫോൾഡ് ചെയ്യണത്. ഈ ചീസ് ചേർക്കാത്ത ഇതുണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ ഈ ചീസ് ചേർത്ത സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം.
ഇനി ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. ഇതിനെ ഞാനിവിടെ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്ന ചീസ് പെപ്പർ ജാക്കിൻ്റെ ചീസായിട്ട് എടുത്തിരുന്നത്. അത് അത്രയ്ക്കാണ്ട് സ്റ്റിക്കി ആയിട്ടുള്ള ചീസല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചീസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഉണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. കാരണം കൂടുതൽ നേരം മുട്ട മൊരിയിക്കരുത്. കാരണം മൊരിയിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സോഫ്റ്റ്നെസ് പോകും. അപ്പോൾ നമ്മുടെ ചീസി ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോഴായിരുന്നാലും ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചീസ് ചേർത്താൽ എന്ത് സാധനം ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ ആയിരുന്നാലും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ തിങ്കളാഴ്ച നേരം വെളുത്തപ്പോൾ പുറത്ത് കാണുന്ന കാഴ്ച കേട്ടാ. ഞായറാഴ്ച വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ സ്നോ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഫുള്ള് സ്നോ ആയിരുന്നു. ഞാൻ നേരം വെളുത്ത് വന്നിട്ട് ഒരു 6 മണിയായപ്പോഴാണ് ഡോറ് തുറന്നത്. എന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നത്. പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. കാരണം ഫുള്ള് വെള്ള കളറിലായിട്ട് മരത്തമ്മയൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ സ്നോ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഇപ്പോൾ ഇവിടെ സ്നോ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും സ്നോയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കണം. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോയുടെ വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കണ്ടു നോക്ക്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും.